ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? ഒരു വെയിറ്റ് ലോസ് സാലഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു അടിപൊളി സാലഡ് തയ്യാറാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ എത്ര നേരത്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കട്ടോ. ഒരു ബൗളിലേക്ക് നമുക്ക് ആദ്യം സവോള ചേർത്ത് കൊടുക്കുക. പിന്നെ കുരു കളഞ്ഞ തക്കാളിയാണ്, അതും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറേ കുരൊന്നും കളയേണ്ട, അവസാനം നല്ല മെയിനായിട്ടുള്ള കുറച്ച് കുരുകൾ മാത്രം കളഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുക്കമ്പറാണ്. കുക്കമ്പർ ഇളമ്മ കുക്കമ്പറാണെങ്കിൽ നല്ല ടേസ്റ്റിക്കാരം കഴിക്കാൻ. പിന്നെ അതിലേക്ക് ഏതെങ്കിലും 2 ഐറ്റം ഫ്രൂട്ട്സ് വേണം. ഞാൻ ഇവിടെ ഒരു ഉറുമാമ്പഴം ചേർത്തുക്കണേ, അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ടും ചേർത്തുക്കണേ. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ആപ്പിളോ പൈനാപ്പിളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുളപ്പിച്ച പയർ, ഇത് മെയിനാണ് കേട്ടോ. ഇതില്ലെങ്കിൽ നമ്മൾ സാലഡ് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നല്ല മുളപ്പിച്ച ഒരു കപ്പ് പയറും, എരിവിന് ആവശ്യമില്ല കുരുമുളക് പൊടി. പച്ചമുളക് ചേർക്കരുത്, പച്ചമുളക് ചേർത്താൽ നമ്മൾ ഇത്രയും നേരം ഉണ്ടാക്കിയതൊക്കെ വെറുതെ പോകും. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞെടുക്കുക. ഇപ്പം നമ്മളെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുത്തേക്കണം. ഇനി ഈ മിക്സിയിലാണ് കേട്ടോ ഈ എരിവും പുളിയും അതേപോലെ തന്നെ ഉപ്പൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ്ടല്ലേ നമ്മൾ അടിപൊളി സാലഡ് റെഡി ആക്കണം. വളരെ സിമ്പിളല്ലേ. ആ പയർ മുളപ്പിക്കുന്ന കാര്യം മാത്രമുള്ള കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ തലേന്നൊക്കെ പയർ വെള്ളത്തിലിട്ടിച്ച് വെച്ചാൽ പെട്ടെന്ന് മുളച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ സിമ്പിൾ റെസിപ്പി ആയിട്ട് ഇനി ഞാൻ വരാം കേട്ടോ.